കേരളത്തിൽ ഓണം പ്രമാണിച്ചുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് മാസം അവസാന വാരത്തോടെയോ സെപ്റ്റംബർ ആദ്യ വാരത്തിലോ ആരംഭിക്കാൻ സാധ്യത. സാധാരണയായി ഓണത്തിന് മുൻപായി ഗുണഭോക്താക്കൾക്ക് തുക കൈമാറാൻ സർക്കാർ പ്രത്യേക ഫണ്ട് അനുവദിക്കാറുണ്ട്. ഓണം പ്രമാണിച്ച് കുടിശ്ശിക തീർത്ത് 1-2 ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗുണഭോക്താക്കൾ. ഓണം പ്രമാണിച്ചുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് മാസം അവസാന വാരത്തോടെയോ സെപ്റ്റംബർ ആദ്യ വാരത്തിലോ ആരംഭിക്കാനാണ് സാധ്യത. സാധാരണയായി ഓണത്തിന് മുമ്പായി ഗുണഭോക്താക്കൾക്ക് തുക കൈമാറാൻ സർക്കാർ പ്രത്യേക ഫണ്ടും അനുവദിക്കാറുണ്ട്. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ 24 മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് 3 പൂർത്തിയായത്. കിടപ്പ് രോഗികൾ ഒഴികെയുള്ളവർക്ക് പെൻഷൻ വിതരണം പൂർണ്ണമായും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും നിലവിലെ സഹകരണ ബാങ്കുകൾ വഴിയുള്ള ഹോം ഡെലിവറി രീതി ഈ ഓണം വരെ തൽക്കാലം തുടരും. ഓണത്തിന് ശേഷമേ പുതിയ ബാങ്ക് വിതരണ നടപടിക്രമങ്ങളിലേക്ക് മാറുകയുള്ളൂ. ഓണം പ്രമാണിച്ച് കുടിശ്ശിക തീർത്ത് 1-2 ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗുണഭോക്താക്കൾ. എന്നാൽ കൃത്യമായ തീയതിയിലും ഗഡുക്കളുടെ എണ്ണവും സംബന്ധിച്ച ഔദ്യോഗിക സർക്കാർ ഉത്തരവ് വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങും. സംസ്ഥാന ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. എന്നാൽ നിലവിലുള്ള സർക്കാർ കഴിഞ്ഞ കാലയളവുകളിലെ കുടിശ്ശികകൾ ഘട്ടം ഘട്ടമായി തീർത്തു നൽകുകയും പെൻഷൻ തുക 2000 രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം മുൻമാസങ്ങളിലെ ചില ഗഡുക്കൾ ഇനിയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. റെക്കോർഡുകൾ കൃത്യമാക്കാനും കേന്ദ്ര സർക്കാരിന്റെ ധനസഹായ മാനദണ്ഡങ്ങൾ പാലിക്കാനുമായിരുന്നു ബാങ്കുകളിലേക്ക് പെൻഷൻ മാറ്റിയത്. എങ്കിലും ഈ വരുന്ന ഓണം വരെയുള്ള പെൻഷൻ വിതരണത്തിൽ നിലവിലെ രീതി തന്നെ തുടരാനാണ് സാധ്യത. ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നിലവിൽ പെൻഷൻ തരുന്ന സഹകരണ ബാങ്കിലോ ആണ് ബന്ധപ്പെടേണ്ടത്. ഓഗസ്റ്റ് 2026 സർക്കാർ പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം കിടപ്പ് രോഗികൾ ഒഴികെ വീട്ടിൽ പെൻഷൻ വാങ്ങിയിരുന്ന എല്ലാവരും നിർബന്ധമായും ആധാർ ബന്ധിത ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറേണ്ടതുണ്ട്. ഇതിനാവശ്യമായ രേഖകൾ ഗുണഭോക്താവിന്റെ പേരിൽ ഏതെങ്കിലും ദേശസാൽകൃത അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിലുള്ള അക്കൗണ്ട് പാസ്ബുക്ക് വേണം. ആധാർ കാർഡ്, പെൻഷൻ ID അല്ലെങ്കിൽ നിലവിലുള്ള കാർഡ്, ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവയും വേണം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ആധാർ ബാങ്കുമായി ബന്ധിപ്പിക്കണം. നിങ്ങൾ നൽകുന്ന ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി തുക വരാൻ ഇത് അത്യാവശ്യമാണ്. അതേസമയം വിവരങ്ങളും സമർപ്പിക്കണം. നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പുകൾ നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനത്തിലെ പെൻഷൻ വിഭാഗത്തിലോ നിങ്ങളുടെ സഹായിക്കുന്ന അക്ഷയ കേന്ദ്രം വഴിയോ സമർപ്പിച്ച് അക്കൗണ്ട് നമ്പർ മാറ്റാൻ അപേക്ഷിക്കണം. പുതിയ ബാങ്ക് അക്കൗണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ സർക്കാർ ആവശ്യത്തിന് സാവകാശം നൽകുമെന്നും പെൻഷൻ പെട്ടെന്ന് മുടങ്ങിപ്പോകില്ലെന്നും ധനവകുപ്പ് ഉറപ്പു തന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.